നമ്മളുടെ തോട്ടത്തിൽ രവീന്ദ്രൻ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം മേയറായിരുന്ന ക്രെഡിറ്റ് അങ്ങേക്കാണ് അല്ലേ? അത് തിരുത്തിയിട്ടുണ്ടോ ആ റെക്കോർഡ്? 9 വർഷം എത്ര മാസമായിരുന്നു? 9 വർഷം 5 മാസം 5.5 മാസം. 5.5 മാസം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മേയറായിട്ടിരുന്നതിന്റെ റെക്കോർഡ് ഇദ്ദേഹത്തിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ, കേരളത്തിലല്ല. അപ്പോൾ വീണ്ടും ഇക്കുറി മത്സര അംഗത്തിന് ഇറങ്ങുകയാണ്. എന്താണ് ഒരു പൾസ്? മുഖത്തല്പം നിരാശയുണ്ടോ? ഒരു നിരാശയില്ല. നമ്മൾ കുറച്ച് വൈകിയതിന്റെ ഒരു നിരാശ ഞങ്ങളെ ന്യൂസ് സ്റ്റാറിലെ അതെ, അങ്ങനെ ഞാൻ കൂട്ടിയിട്ട് ഒരു പീഡിയനെ മുന്നിൽ നിൽക്കുക. നിങ്ങൾ അവിടെ പറഞ്ഞോണ്ട് ഞാൻ വിചാരിച്ചു ഇതെന്തൊരു അവിടെ കുടുങ്ങി പോയി. അതെ, അങ്ങനെയല്ല, അത് കൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളായിരുന്നു. അതാ വരും ഞാൻ അങ്ങനെ കൂട്ടിയിട്ട പീഡിയാണ്. കാത്തിരിപ്പിനൊരു സൗന്ദര്യമുണ്ട്. റിസൾട്ടിലുള്ള കാത്തിരിപ്പ് പോലെ അല്ലേ? എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? ഒരാശങ്കയുമില്ല. ഇപ്പൊ ജയന്ത് പ്രവചിച്ചു പോയത് 100 സീറ്റാണെന്നാണ്. ജയന്ത് പറയുന്നത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ജയന്ത് നമ്മുടെ ക്രൂവിന് മുഴുവൻ ഇവിടുത്തെ ഏറ്റവും നല്ല ബിരിയാണി വാങ്ങിച്ചു വരുമെന്നാണ്. അതെ, അതിന് പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ബിരിയാണി വാങ്ങി കൊടുക്കാൻ എന്താ അത്ര പണി? ഒന്നും കിട്ടിയില്ലെങ്കിൽ കൊടുക്കാലോ. ഞാൻ ചോദിക്കട്ടെ, ഇത് 21-ലും പറഞ്ഞിരുന്നതാണിത്. കാരണം 5 കൊല്ലം കഴിഞ്ഞാൽ വരും എന്നുള്ളതാണല്ലോ അന്നത്തെ പ്രതീക്ഷ. അതാണല്ലോ. എന്താ ഉണ്ടായത്? 99 സീറ്റാണ് കിട്ടിയത്. അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ സീറ്റ് ഇപ്പുറം കിട്ടി. ഇതും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവും, ഒരു ബസ്സും തമ്മിൽ. പക്ഷേ ഈ സർക്കാരിന് അനുകൂലമായൊരു ട്രെൻഡ് രൂപപ്പെടണമെങ്കിലേ 10 വർഷത്തിന് ശേഷം ജനങ്ങൾക്ക് കോവിഡ് കാലത്തൊരു കിറ്റ്, അല്ലെങ്കിൽ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഒരു ക്രൈസിസ് മാനേജർ എന്ന നിലയിലുണ്ടായിരുന്നു. ഇക്കുറി അങ്ങനെയുള്ളൊരു പ്രതിച്ഛായൊന്നും ഇല്ലല്ലോ. പക്ഷെ വികസനം ചെറുതല്ലല്ലോ നടന്നത്, ഒരു വാസ്തവല്ലേ? ആർക്കും നോക്കിയാൽ കാണുന്നതല്ലേ അത്. കളവ് പറയാൻ പറ്റില്ലല്ലോ. ഈ റോഡ് വന്നില്ല അറിയാൻ പറ്റും ആർക്കെങ്കിലും? വാസ്തവല്ലേ? പാനാച്ചിറ വെള്ളിമാട് കുന്ന റോഡ് എത്ര കൊല്ലമായിട്ടുള്ളതാ? എന്താ UDF ചെയ്തിരുന്നത്? ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ചെയ്യാമെന്ന് ഏറ്റതായിരുന്നു. പക്ഷെ എന്താ 50 കോടി റുപ്യ മാത്രം കൊടുത്തു. അപ്പോൾ ഏകദേശം 500 കോടി റുപ്യയിലും മേലെ ചിലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നത്. ചെറിയ കാര്യമാണോ? എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനേ ഇടത് സർക്കാരിന് കഴിഞ്ഞുള്ളൂ. ഇടത് സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ഏതാണ്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. തറക്കല്ലിട്ടതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. ആരും ഒന്നും ചെയ്യാത്തൊരു തറക്കല്ലുകൊണ്ട് എന്താ കാര്യമുള്ളത്? യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതല്ലേ. അതിനുള്ളൊരു ഇച്ഛാശക്തി വേണം. എന്നാലൊരു മടുപ്പ് വരില്ലേ? പ്രത്യേകിച്ച് ഇനി 10 വർഷം അവരെ ഒന്ന് പരീക്ഷിച്ചേക്കാം എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അതിനെ എങ്ങനെ മറികടക്കും? ഇല്ല, ഇതിലും മാത്രമല്ല, സമസ്ത മേഖലയിലും ഈ വികസനം സാധ്യമായി എന്നുള്ളതാണ്. ഒരു നവകേരള സൃഷ്ടിക്കായിട്ടാണ്. സ്വാഭാവികമായിട്ട് ഒരു 5 കൊല്ലം കൊണ്ട് ആർക്കും ചെയ്യാൻ വേണ്ടി. പ്രതിപക്ഷം പറയുന്നത് നിയോ കേരളം എന്നാണ്. അവരെന്തോ പറയട്ടെ, അവർ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. ഇങ്ങനൊരു ആശയം തന്നെ അവർക്കില്ലായിരുന്നല്ലോ. അത് ഈ ഗവൺമെൻ്റ് അല്ലേ കൊണ്ടുവന്ന്, അത് വാസ്തവല്ലേ. പിന്നിപ്പോൾ അവർക്ക് അങ്ങനെ എന്തും പറയാം. പക്ഷെ വാസ്തവ ആളുകൾക്കറിയാം. കാരണം എന്തെങ്കിലും നടക്കണമെങ്കിൽ ഈ ഗവൺമെൻറ് വേണം, ഇച്ഛാശക്തിയോട് കൂടിയിട്ട്. കാരണം ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യും. അതാണ്. ഈ കോഴിക്കോട് നോർത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ത് ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി വീണ്ടും ഊഴം തേടി ഇറങ്ങുന്നത്? പറയുന്നത് കോഴിക്കോടിൻ്റെ വികസനം നടപ്പിലാക്കി എന്ന് പറയുന്നത്. പക്ഷേ BJP പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടാണ്. സംസ്ഥാന പ്രതിപക്ഷം പറയുന്നത് ഇത് പിണറായി അല്ലെങ്കിലും നടപ്പാക്കുമായിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടോ? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമവർക്ക്? ഞാനിവിടെ ഇരുന്ന ഒരാളാണല്ലോ. ഞാനിവിടെ ഏറ്റവും കൂടുതൽ കാലം കൗൺസിലറായിട്ടും ഡെപ്യൂട്ടി മേയറായിട്ടും ഒക്കെ ഇരുന്ന ഒരാളാണ്. പക്ഷേ കോഴിക്കോട് നിങ്ങൾക്ക് തദ്ദേശത്തിൽ തിരിച്ചടി നേരിട്ടു. 64 വോട്ടിനാണ് ഭരണം പോലും പോയിരിക്കുന്നതെന്നാണ്. അതെ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒതുക്കം 19-ലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സ്ഥിതി? ഓർക്കുന്നില്ലേ? ഈ അവസ്ഥ തന്നെയായിരുന്നു. ഇപ്പം ഉണ്ടായിരുന്നതിനെക്കാട്ടും മോശം അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ 21-ൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായി? സംസ്ഥാന ഭരണം വരെ ഏൽപ്പിക്കണം എന്നുള്ള ബോധം ആളുകൾക്കുണ്ട്. പഞ്ചായത്ത് ഏൽപ്പിച്ചാലും കാര്യക്ഷമമായിട്ട് അല്ല. പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു തിരിച്ചടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, വാസ്തവമാണ്. എൻ്റെ ഇവിടെ ബാധിച്ചിട്ടില്ല കേട്ടോ, നോർത്തിൽ ബാധിച്ചിട്ടില്ല. നോർത്തിൽ UDF-ലാണ് ലീഡ്. അല്ലല്ല, നോർത്തിൽ തന്നെയാണ്, സംശയമില്ല. 33 വാർഡുകളിൽ 7 വാർഡാണ് BJP കിട്ടിയിട്ടുള്ളത്. അതുപോലെ 4-5 വാർഡേ മറ്റവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഒന്നും സംഭവിച്ചില്ല. നോർത്തിൻ്റെ കാര്യത്തിൽ സംശയമില്ല. ഭൂരിപക്ഷം അപ്പോഴും ഉണ്ട്. ഭൂരിപക്ഷം കൂടും. 6000-ഓളം ഭൂരിപക്ഷം ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ നോർത്തിലുണ്ട്. പിന്നെ അതും ഇതും വ്യത്യാസമുണ്ടല്ലോ. പിന്നെ വേറൊന്നും തന്നെ എന്നെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം ഇവിടെ കോഴിക്കോടില്ല. അപ്പം അങ്ങ് ആദ്യം പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല.
തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ 3-2 ഭൂരിപക്ഷത്തോടു കൂടി അന്ന് നമ്മൾ അധികാരത്തിൽ വന്നത്. ഞാൻ പോയ ഉടനെ. പക്ഷെ അതിനുശേഷം ഇപ്പോൾ വളരെ നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ. ഭൂരിപക്ഷം ഇല്ല ഇപ്പോൾ ശരിക്കും. അല്ല, കോർപ്പറേഷനിൽ അതെ, 34 സീറ്റ് എവിടെ ഇല്ലല്ലോ നമുക്ക്. ആ 41 സീറ്റ് അവർക്കുണ്ട്, BJPക്കും കോൺഗ്രസിനും കൂടെ, UDFനും കൂടെ. ഭൂരിപക്ഷം ഇല്ല ശരിക്കും. പക്ഷെ എന്നാലും അതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നുന്നില്ല. ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കും. കഴിഞ്ഞ തവണ കിട്ടിയ 99 സീറ്റ് കുറി ആവർത്തിക്കുമോ, അതിനേക്കാൾ കുറയൂ? 109 ഇല്ല, 99. 99. അങ്ങനെ അത് പറയാൻ കഴിയില്ല. എന്തായാലും അധികാരത്തിൽ വരും. മൂന്നാം ഊഴമുണ്ടാവും. മൂന്നാം മുഴുവൻ ഉണ്ടാവും. G. സുധാകരനെ പോലുള്ള നേതാക്കൾ, TK രവീന്ദ്രനെ TK ഗോവിന്ദമാനെ പോലെയുള്ള നേതാക്കൾ, ഇവരൊക്കെ പുറത്തു പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുന്നില്ല? അങ്ങനെയല്ല, അത് ഓരോരുത്തർ കാഴ്ചപ്പാടല്ലേ. G. സുധാകരൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കാം ചിലപ്പം. ഈ പാർലമെന്ററി വ്യാമോഹം എന്നുള്ളതേ പ്രായം കൂടുന്തോറും അതൊക്കെ വരുന്നെന്താ? എത്രയായിട്ടും പിന്നെയും വേണം എന്ന് തോന്നുന്നതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ തോന്നരുതെന്നാണ് ശരിക്കും. താങ്ക് യു ശ്രീ തോട്ടത്തിൽ. അപ്പോൾ ഇക്കുറി വീണ്ടും വൻ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ഭൂരിപക്ഷം പ്രവചിക്കാൻ ഉണ്ടോ? ഭൂരിപക്ഷം 10,000-ൽ കുറയാത്ത വോട്ടിന് ഞാൻ ജയിക്കുന്നതാണ്. 10,000-ൽ കുറയാത്ത വോട്ടിന് ജയിക്കും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ബേപ്പൂരിൽ റിയാസ് ജയിക്കുമോ? സംശയം എന്താ? BB അൻവറാണ്. അതെ, അതിലൊന്നും ചോദ്യമില്ല. പിന്നെ അവസാനം വരെ ആർക്കും പറയാമല്ലോ. ആത്മവിശ്വാസം. കെട്ടിവെച്ച പൈസ കിട്ടാനും പറയാത്തവനും പറയല്ലോ ജയിക്കുമെന്ന് പറയും. അത്രേ ഉള്ളൂ. പിന്നെ എണ്ണുമ്പോഴല്ലേ ഇത് അറിയുള്ളൂ. അന്ന് വരെ പറയാം. താങ്ക് യു ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. താങ്ക് യു. 4-ാം തീയതി കഴിഞ്ഞോ? രാത്രി വരെ പറയാം. താങ്ക് യു. അപ്പോൾ ആത്മവിശ്വാസത്തിലാണ് പോകുന്നത് വീണ്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.